സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ക്വാറി ഖനനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ ശക്തമാണ്. ക്വാറികളുടെ പ്രവർത്തനത്തിന് പാരിസ്ഥിതികാനുമതി ആവശ്യമില്ലെന്ന സർക്കാർ നിലപാട് പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കയുണ്ട്. ക്രഷർ യൂണിറ്റുകളുടെയും അല്ലെങ്കിൽ ക്വാറി യൂണിറ്റുകളുടെയും എല്ലാം തന്നെ ഒരു സംഘടിത പ്രസ്ഥാനം തന്നെയുണ്ട്. അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ തീരുമാനങ്ങളിൽ നിർണ്ണയിക്കാനും മന്ത്രിസഭയെ തന്നെ അവരുടെ തീരുമാനങ്ങളിൽ ശക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കാനും കഴിയുന്ന രീതിയിൽ അവർക്ക് ഒരു സംഘടിത പ്രസ്ഥാനം ഉണ്ടാവുകയും ഈ സാഹചര്യത്തിലാണ് ക്വാറികൾക്കെതിരെ നടക്കുന്ന 82 ജനകീയ സമരങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാത്തരം ജനകീയ സമരങ്ങളെയും ക്വാറി വിരുദ്ധ ജനകീയ സമരങ്ങളെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു തുടക്കമാണ് ഇന്നിവിടെ പശ്ചിമഘട്ട സംവാദയാത്രയുടെ സമാപന ദിവസമായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് നീരൊഴുക്കുകൾ ആരംഭിക്കുന്ന മലനിരകൾ 44 നദികളിലേക്കും നീരൊഴുക്കുകൾ ആരംഭിക്കുന്ന മലനിരകൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്ന ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. സമരസമിതികളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമഘട്ട സംവാദയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സമരസമിതികളുടെ സംയുക്ത സമിതി രൂപീകരിച്ചു. ജൂണിൽ നടക്കുന്ന യോഗത്തോടെ ഈ കൂട്ടായ്മ വിപുലീകരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.